ഇന്ത്യയിലുള്ള ആനനെ ജപ്പാനിലോട്ട് കയറ്റി അയച്ചു ഈ ഒരു ലെറ്റർ കാരണം. ആനനെ കയറ്റി അയക്കാൻ മാത്രം ഈ ലെറ്ററിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. എന്താന്ന് പറഞ്ഞു. വെൽക്കം ടു 50 Days 50 Story സീരീസ് ഡേ 10. വേൾഡ് വാർ 2 നടക്കുന്ന ടൈമിൽ ജപ്പാന്റെ ക്യാപിറ്റലായ ടോക്കിയോ ഒക്കെ ഭയങ്കരമായിട്ട് ആക്രമണപ്പെട്ടിരുന്നു. അവിടെ സൂവിലുണ്ടായിരുന്ന വലിയ 3 ആനകൾ സൂവില് ബോംബ് വീണതോടെ അവിടെ നിന്ന് എസ്കേപ്പ് ആയി സ്ട്രീറ്റിലുള്ള ഒരുപാട് പേരെ കൊന്നു. മേ ബി പേടിച്ചിട്ടായിരിക്കും ആനകൾ സ്ട്രീറ്റിലുള്ളവരെ കൊന്നത്. പക്ഷെ ഗവൺമെന്റിന് ആ ആനകളെ പോയിസൺ ചെയ്ത് കൊല്ലേണ്ടി വന്നു. അങ്ങനെ വാറെല്ലാം കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ലോക്കൽ ചിൽഡ്രൻസിന് ആ സൂവിലുള്ള ആനകളെ ഭയങ്കര മിസ് ചെയ്യാൻ തുടങ്ങി. ആനകളെ മറക്കാൻ പറ്റിയിരുന്നില്ല, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. സോ അവിടെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസ് പെൻസിൽ എടുത്ത് ഒരു ലെറ്റർ എഴുതി. അത് അവിടെയുള്ള അതോറിറ്റീസിനോ ഓഫീസേഴ്സിനോ ഒന്നും ആയിരുന്നില്ല, ഇന്ത്യന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിനായിരുന്നു. അവരുടെ സൂലോട്ട് ഒരു ആനക്കുട്ടിയെ വേണമെന്നായിരുന്നു ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ കുട്ടികളുടെ ഈ ആഗ്രഹം കേട്ടപ്പോൾ നെഹ്റു ഇതിനോട് നോ പറഞ്ഞില്ല. ഇന്ത്യ എന്ന് ഇന്ദിര എന്ന് പറയുന്ന ഒരു ആനയെ ജപ്പാനിലെ സൂലോട്ട് കൊടുത്തു. ആൻഡ് സൂലോട്ട് ആന വന്നതും അവിടെയുള്ള ഒരുപാട് കുട്ടികൾക്ക് അത് ഭയങ്കരമായിട്ട് സന്തോഷമായി എന്ന് മാത്രമല്ല, വാറിന്റെ ട്രോമയെല്ലാം മാറി പഴയൊരു ലൈഫിലോട്ട് പോകാനും കുട്ടികളെ ഹെൽപ്പ് ചെയ്തു. കുട്ടികളുടെ വലിയ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം മേ ബി നെഹ്റുവിന്റെ ബർത്ത്ഡേ നമ്മൾ ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്താ കേട്ടപ്പോൾ തോന്നിയെന്നുള്ളത് കമന്റ് ചെയ്യാൻ, ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസിനായിട്ട് ഫോളോ ചെയ്യാം.